ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ അനു കൗർഹം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇ കൊമേഴ്സ് സൈറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഫോർത്ത് വീഡിയോ. അതായത് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ സൈറ്റിലേക്ക് എങ്ങനെ പ്രൊഡക്ട്സ് ആഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൊഡക്ട്സിനെ ഡാറ്റാബേസിൽ നിന്ന് റിക്വയർമെൻറ്റ് ബേസ് ചെയ്ത് ഫെച്ച് ചെയ്തിട്ട് വന്ന് ഷോ ചെയ്യാം. അതായത് അപ്പം നമ്മൾ ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന മെനൂസ് അല്ലേ, മെന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ മെനുവിൻ്റെ അണ്ടറിൽ ടീഷർട്ട്സ്, കാഷ്വൽ സെറ്റ്സ് ഒക്കെ കൊടുത്തിട്ടില്ലേ. അപ്പോൾ ഇതിൽ ടീഷർട്ട് എന്ന് പറഞ്ഞ മെനു ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ടീഷർട്ട്സ് എല്ലാം ഓർഡറായിട്ട് ഡിസ്പ്ലേ ചെയ്യണം. അത് തന്നെ രണ്ടാമതായി ചെയ്തിരിക്കുന്നത് യൂസർ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് സെർച്ച് ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് റോഡ്സ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള സെർച്ച് ചെയ്യുവാണെങ്കിൽ ആ നെയിം ബേസ് ചെയ്തിട്ടുള്ള ടീഷർട്ട്സുകൾ മാത്രം ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് ബേസ് ചെയ്തിട്ട് പേജിൻ്റെ ഡാറ്റ ലോഡ് ചെയ്യുക, അതിന് യൂസർ സെർച്ചിനെ ബേസ് ചെയ്തിട്ട് ലോഡ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്നത്, പേയ്മെൻറ്റ് ചെയ്യുന്നത്, കസ്റ്റമർ നോട്ടിഫിക്കേഷൻ പോകുന്നതൊക്കെ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോ ആഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ആ വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ടീഷർട്ട്സ് എന്ന് പറഞ്ഞ മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മുടെ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ടീഷർട്ട്സും അതിൻ്റെ ഡീറ്റെയിൽ നെയിമും റേറ്റും എടുത്തിട്ട് വന്ന് ഡിസ്പ്ലേ ചെയ്യും. അപ്പം ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പം ആഡ് പ്രൊഡക്റ്റിന്റെ പ്രീവിയസ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ആസ് യൂഷ്വൽ HTML പേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ടീഷർട്ട്സ് എന്ന് പറഞ്ഞ മെനു ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജനറൽ ആയിട്ട് ഞാനൊരു HTML, CSS, PHP പേജ്, JSന്റെ പേജ് ചെയ്തിട്ടുണ്ട്. ഏത് പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്താലും ഈ ഒരു പേജ് ആയിരിക്കും ലോഡ് ചെയ്ത് വരിക. അപ്പം മെനു ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഡിവിഷനിലേക്ക്, അതായത് ഈ കൊടുത്തിരിക്കുന്ന ഡിവിഷനിലേക്ക് എങ്ങനെയാണ് HTML പേജ് ലോഡ് ചെയ്യുന്നതെന്ന് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെനുവിൻ്റെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം HTML പേജിലേക്ക് വരും. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ യൂസറിനെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മുടെ പ്രോഡക്ട്സ് ആഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് കണ്ടെയ്നർ ഡിവും, അങ്ങനെ രണ്ട് ഡിവിഷനും ഒരു ഹെഡിങ്ങും ആണുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് നേരെ JS പോയാലോ. ഈ പേജിന്റെ ഇംപ്ലിമെന്റേഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത് ജാവാസ്ക്രിപ്റ്റിലാണ്. ജാവാസ്ക്രിപ്റ്റിൽ ഫസ്റ്റ് പേജ് ലോഡ് ചെയ്ത് വരുമ്പോൾ document.readyയിൽ ലോഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബിൽറ്റ് ഇൻ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ലോഡ് പ്രൊഡക്റ്റ് ഫംഗ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ സെർച്ച് പാരാമീറ്റർ ഇതെന്താണെന്ന് ഞാൻ നെക്സ്റ്റ് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ സെർച്ച് ഇല്ലാതെയുള്ള അതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഇവിടെ സെർച്ച് പാരാമീറ്റർ empty ആയിരിക്കുന്ന ടൈമിൽ ലോഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് വരും. ആ ഫംഗ്ഷനിൽ ഇത് നമുക്ക് ആവശ്യമില്ലാത്ത കോഡാണ് കേട്ടോ. ഇവിടെ മെനുവിന്റെ ഓർഡറും സബ് മെനുവിന്റെ ഓർഡറും, അതായത് നമ്മൾ മെനു ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് പാരാമീറ്റർ URLന്റെ കൂടെ വരുന്നുണ്ട്, മെനു ഓർഡറും സബ് മെനു ഓർഡറും. അപ്പം ഓരോ മെനുവിനും അതിലെ സബ് മെനു ഓർഡറും നമ്മൾ പ്രൊഡക്റ്റിന്റെ കൂടെ സേവ് ചെയ്ത് വെക്കും. അപ്പൊ അങ്ങനെയാവുമ്പോൾ ആ മെനു ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പർട്ടിക്കുലർ മെയിൻ മെനുവിന്റെ ആ സബ് മെനുവിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കൊറി യൂസ് ചെയ്ത് ജനറലൈസ് ചെയ്ത് ഫെച്ച് ചെയ്തോട്ട് വരാം. അല്ലാതെ നമുക്ക് ഓരോ പ്രാവശ്യം നമ്മൾ എന്താ പറയാ കൊറിയിൽ ഡയറക്റ്റ് ആയിട്ട് എഴുതി കൊടുക്കുന്നതല്ലല്ലോ. ഒരു ബെറ്റർ കോഡ് എന്ന് പറയുന്നത് എപ്പോഴും മൾട്ടിപ്പിൾ പേജ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പോലെ ജനറലൈസ്ഡ് ആയിരിക്കണം. അപ്പൊ ഇത് നമ്മൾ അജാക്സിൽ റിക്വസ്റ്റിൽ പാസ് ചെയ്യുവാണെങ്കിൽ ഈ മെനുവിന്റെ സബ് മെനുവിന്റെ പ്രോഡക്റ്റ് SQL query യൂസ് ചെയ്തിട്ട് നമുക്ക് ഫെച്ച് ചെയ്തെടുക്കാം. അപ്പൊ മെനുവിന്റെ സബ് മെനുവിന്റെയും ഓർഡർ നമ്മൾ എടുത്തു വെക്കുന്നു. അതൊരു JSON ഫോർമാറ്റിലാക്കിയിട്ട് അജാക്സ് റിക്വസ്റ്റ് ചെയ്യുവാണ്. പോസ്റ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. URL fetch product.php എന്ന് പറഞ്ഞ PHP പേജിലേക്കാണ് റിക്വസ്റ്റ് പോകുന്നത്. ഡാറ്റ ആയിട്ട് നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന മെനു, സബ് മെനു, ഓർഡർ പാസ് ചെയ്യുന്നു. ഈ സമയത്ത് സെർച്ച് പാരാമീറ്റർ empty ആണെന്ന് അസ്യൂം ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, അപ്പം നമുക്ക് നേരെ fetch product.php പോയാലോ. അപ്പോൾ fetch product.php ആസ് യൂഷ്വൽ നമ്മൾ ഡാറ്റാബേസിന്റെ കണക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ DBന്റെ നെയിമും ഹോസ്റ്റ് സെർവർ നെയിമും ഒക്കെ സ്പെസിഫൈ ചെയ്തിട്ട്, എന്നിട്ട് നമ്മൾ അവിടുന്ന് പോസ്റ്റിൽ സെൻഡ് ചെയ്തിരിക്കുന്ന പേജ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ അരിയനെ ഫെച്ച് ചെയ്യുന്നു. അതിന്റെ ഉള്ളിലുള്ള മെനു, സബ് മെനു, ഓർഡർ ഫെച്ച് ചെയ്യുന്നു. ഈ ഒരു പോർഷൻ നമുക്ക് നെക്സ്റ്റ് പറയാം കേട്ടോ.
എന്നിട്ട് ഈ മെനു സബ് മെനു ഓർഡർ യൂസ് ചെയ്തിട്ട് പ്രോഡക്റ്റിന്റെ TBL പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ടേബിളിൽ നിന്ന് ഈ പർട്ടിക്കുലർ മെയിൻ മെനുവിന്റെ സബ് മെനുവിന്റെ പ്രോഡക്ട്സ് എല്ലാം ഫെച്ച് ചെയ്യുന്നു, ക്വറി എക്സിക്യൂട്ട് ചെയ്യുന്നു. ക്വറിന്റെ റിസൾട്ടിൽ ലൂപ്പ് ചെയ്ത് നമുക്ക് വേണ്ട ഒരു ഫോർമാറ്റിൽ അറേ ഓഫ് പ്രോഡക്റ്റ് ID, മെയിൻ പ്രോഡക്റ്റ് ID, മെയിൻ പ്രോഡക്റ്റ് ID എന്ന് പറഞ്ഞാൽ മെയിൻ മെനുവിന്റെ ID, സബ് മെനുവിന്റെ ID, പ്രോഡക്റ്റിന്റെ നെയിം, റേറ്റ്, ഇമേജ്, ഈ ഡീറ്റെയിൽസ് ഒരു അറേ ഫോർമാറ്റിൽ ഫിക്സ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സെർവർ സൈഡിൽ നിന്ന് ക്ലയന്റ് സൈഡിലേക്ക് റിസൾട്ട് സെൻഡ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ അജാക്സിന്റെ സക്സസ് ഫംഗ്ഷനിൽ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അറേ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമ്മൾ HTML പേജ് യൂസ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമുക്ക് നമ്മുടെ പേജിലേക്ക് ഇത് ഒരു ഡിവിഷനിലേക്ക് പ്രോഡക്റ്റ് ഈ ഒരു ഫോർമാറ്റിൽ, അതായത് റോ കോളം ഫോർമാറ്റിൽ ലോഡ് ചെയ്ത് വരണം അല്ലേ. അതിനു വേണ്ടിയിട്ട് സെറ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ആണ് കോൾ ചെയ്യുന്നത്. അവിടേക്ക് നമ്മുടെ അറേ പ്രോഡക്ട്സിനെ പാസ് ചെയ്ത് കൊടുക്കുന്നു. ഇനിഷ്യലി നമ്മുടെ പ്രോഡക്റ്റ് കണ്ടെയ്നർ അല്ലേ, അതിനെ എംപ്റ്റി ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അതായത് ഓൾറെഡി ഇപ്പൊ ഏതെങ്കിലും പ്രൊഡക്റ്റ് ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ പ്രോഡക്റ്റ് കണ്ടെയ്നർ ഡിവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, HTML പേജിൽ പ്രോഡക്റ്റ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിവിഷനാണ്. അവ കണ്ടെയ്നർ ഡിവ് എംപ്റ്റി ആക്കുന്നു, പ്രോഡക്ട്സിന്റെ അരയിൽ കൂടെ ലൂപ്പ് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് ഓരോ പ്രോഡക്റ്റിനും വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഡിവിഷന്റെ അകത്താണ് ആ ഡിവിഷന് നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നു. അതിൻ്റെ ഉള്ളിൽ ഇമേജ് ടാഗിന്റെ അകത്താണ് പ്രൊഡക്റ്റിന്റെ ഇമേജ് ലോഡ് ചെയ്യുന്നത്. സപ്പോസ് ഇമേജ് എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു ടെക്സ്റ്റ് കൊടുക്കുന്നു, ടീഷർട്ട് ഇമേജ് എന്ന്. നെക്സ്റ്റ് ഹെഡിങ് ടാഗിന്റെ അകത്ത് H3 ടാഗാണ് യൂസ് ചെയ്യുന്നത്. പ്രൊഡക്റ്റ് നെയിം കൊടുക്കുന്നു. അതുപോലെ തന്നെ പാരഗ്രാഫ് ടാഗിൽ നമ്മൾ റേറ്റ് സ്പെസിഫൈ ചെയ്യുന്നു. നെക്സ്റ്റ് ആഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ സ്പെസിഫൈ ചെയ്യുന്നു. ആഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ് കൊടുക്കുന്നു. ഓൺ ക്ലിക്കിൽ ആഡ് ടു കാർട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ് കോൾ ചെയ്യുന്നത്. ഇത് ഈ വീഡിയോയിലല്ല, നെക്സ്റ്റ് വീഡിയോയിലാണ് കേട്ടോ. അതായത് കാർട്ടിലേക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ ഹാൻഡിൽ ചെയ്യാം. ഫൈനലി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഡിവിഷൻ ഈ പ്രൊഡക്റ്റ് HTML എന്ന് പറഞ്ഞ ഡിവിഷൻ നമ്മുടെ കണ്ടെയ്നർ ഡിവിലേക്ക് അപ്പൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റ് ആയിട്ട് കണ്ടെയ്നർ ഡിവിലേക്ക് അപ്പൻഡ് ചെയ്ത് പോകുന്നു. അങ്ങനെയാണ് നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡാറ്റ എടുത്തിട്ട് വന്ന് ഓരോ പ്രൊഡക്റ്റ് ഡിവിഷൻ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ കണ്ടെയ്നർ ഡിവിഷനിലേക്ക് അപ്പൻഡ് ചെയ്ത് ഈ ഒരു ഫോർമാറ്റിൽ നമ്മുടെ പേജ് ക്രിയേറ്റ് ആയി വരുന്നത്. പിന്നെ CSS നോക്കിയാലോ. CSS ഭയങ്കര സിമ്പിൾ ആണ്. നമ്മുടെ ഹെഡിങ്ങിന്റെ കളറും ടെക്സ്റ്റ് അലൈനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. സെർച്ച് ഡിവിഷന്റെ പൊസിഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഈ സെർച്ച് എന്ന് പറഞ്ഞാൽ ഞാനൊരു ടെക്സ്റ്റ് ബോക്സ് ഇട്ടിട്ടില്ലേ, ഇതിന്റെ റൈറ്റ് സൈഡിൽ എൻഡിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ പെർസെൻറ്റേജ് സ്പെസിഫൈ ചെയ്യുന്നു. നെക്സ്റ്റ് സെർച്ചിന്റെ ടെക്സ്റ്റ് ബോക്സിന്റെ വിഡ്ത്ത്, ഹൈറ്റ്, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒക്കെ കൊടുക്കുന്നു. ഇതൊരു ലെൻസ് ഐക്കൺ വന്നിട്ടുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് SVG ഇമേജ് ആണ്. സെർച്ച് ഐക്കൺ .svg എന്ന് പറഞ്ഞ ഇമേജ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ പൊസിഷനും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റും ഒക്കെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് പ്രോഡക്റ്റിന്റെ കണ്ടെയ്നർ ഡിവിഷന്റെ പൊസിഷൻ സെറ്റ് ചെയ്യുന്നു. ഓരോ പ്രോഡക്റ്റിന്റെയും ഇവിടെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. എനിക്കിപ്പോ ഒരു റോയില് ഒരു 3 ഡിവിഷൻ വെച്ചാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതായത് ഒരു റോയില് 3 പ്രൊഡക്റ്റ് ക്രിയേറ്റ് ആയി വരണം. അത് കഴിഞ്ഞ് 4ാമത്തെ പ്രൊഡക്റ്റ് വരുമ്പം നെക്സ്റ്റ് റോയിലാണ് അടുത്ത ഡിവിഷൻ ക്രിയേറ്റ് ആവേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള കാൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത് CSSന്റെ. അപ്പോൾ ഈ ഒരു ഡയമെൻഷനിൽ 33.33 മൈനസ് ചെയ്യുന്ന 20 പിക്സൽ മൈനസ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക് ആയിട്ട് 33 റോ കോളം വൈസ് ഡിവിഷൻ നടന്നോളും. പിന്നെ എന്താ, പ്രോഡക്റ്റിന്റെ മേലെ മൗസ് ഓവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു ബോക്സ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോക്സ് ഷാഡോ കൊടുക്കുന്നു. അതിന്റെ RGB കളറൊക്കെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നു. ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടുള്ള ആനിമേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ഇമേജിന്റെ വിഡ്ത്ത്, ഹൈറ്റ് ഒക്കെ സെറ്റ് ചെയ്യുന്നു. പിന്നെ പ്രൊഡക്റ്റിൽ നമ്മൾ ഹെഡിങ്, പ്രൊഡക്റ്റിന്റെ നെയിമിന്റെ പ്രോപ്പർട്ടീസ്, അതിന്റെ പൊസിഷനും നോർമൽ ആയിട്ടുള്ള പൊസിഷനും അതുപോലെ കളറൊക്കെയാണ് കൊടുക്കുന്നത്. അതുപോലെ പ്രൊഡക്റ്റ് റേറ്റിൻ്റെത് കൊടുക്കുന്നു. പിന്നെ പ്രൊഡക്റ്റ് നമ്മളിവിടെ ഇപ്പോൾ ഓൾറെഡി ഒരു ആനിമേഷൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ പ്രൊഡക്റ്റിന്റെ ബോക്സ് വരുന്ന സമയത്ത്, അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് നെക്സ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് ആഡ് ടു കാർട്ട് എന്ന് പറഞ്ഞ ബട്ടന്റെ RGB കളർ ഒക്കെ സെറ്റ് ചെയ്യുന്നു. ഈ ബട്ടൺ ഡീഫാൾട്ട് ആയിട്ട് നമുക്കറിയാം ഇതുപോലെ ഹൈഡ് ആയിരിക്കും. മൗസ് ഓവർ ചെയ്യുന്ന സമയത്തായിരിക്കും അത് ഡിസ്പ്ലേ ചെയ്യുന്നത്.
ഇത്രയാണ് നമ്മളിപ്പോ ഒരുപാട് CSS ഒക്കെ ചെയ്ത് എക്സാക്ട് ഇ-കൊമേഴ്സിന്റെ സൈറ്റിലേക്ക്, അതായത് CSS പാർട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ടൈം എനിക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനൊരു എന്താ ജനറൽ ആയിട്ട് ഒരു ബേസിക് CSS ആണ് ഇതിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് വർക്കും അതിന്റെ കൂടെ ഈ വീഡിയോ കൂടെ ചെയ്യേണ്ടതുകൊണ്ട് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യുക. ഈ പേജിന്റെ എന്താ പറയുക, കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കുന്ന രീതിയിൽ നിങ്ങളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിട്ട് ചെയ്യുക. അപ്പം ഞാനിവിടെ CSSന്റെ ആനിമേഷൻ ഒക്കെ സ്പെസിഫൈ ചെയ്തിട്ട് കുറെ ഷോർട്സ് പ്രീവിയസ് വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. CSS കുറച്ചും കൂടെ നമ്മുടെ പേജിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ CSSന്റെ പോർഷൻ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ സെർച്ച് ബട്ടൺ ആണ്. ഇതെന്റെ ലാസ്റ്റ് വീഡിയോയിൽ എനിക്കൊരു ബിബിൻ എന്ന് പറഞ്ഞൊരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സെർച്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ. അപ്പൊ ബിബിൻ, ഞാനിവിടെ ബേസിക് ആയിട്ടുള്ള സെർച്ച് ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇതിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെർച്ച് വേണം, അതായത് ഓട്ടോ കംപ്ലീറ്റ് ലിസ്റ്റ് ഒക്കെ വെച്ചിട്ടുള്ള സെർച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ചെയ്യുന്നത്, നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത്, അതായത് ഇപ്പം എന്തെങ്കിലും ഒരു, ഇപ്പൊ ഞാൻ പ്യൂമേന്റെ ടീഷർട്ട് PU എന്ന് കൊടുത്തിട്ട് ഈ സമയത്ത് സെർച്ച് ചെയ്യില്ല. എൻ്റർ ചെയ്യുന്ന സമയത്ത് സെർച്ചിങ് നടക്കുന്നത് ഞാൻ ചെയ്തിരിക്കുന്നത് എൻ്റെ എൻ്റർ കീയിലാണ്. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പം ഇതുപോലെ എന്ത് ചെയ്യും, ഡാറ്റാബേസിൽ പോയി സെർച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മെയിൻ മെനു സബ് മെനുവിന് ഈ കൊടുത്തിരിക്കുന്ന സെർച്ചും കൂടെ കൺസിഡർ ചെയ്തിട്ട് ആ പ്രോഡക്റ്റ് മാത്രം ഈ ടീഷർട്ട്സിൽ തന്നെ ഇവിടെ എൻ്റർ ചെയ്തിരിക്കുന്ന നെയിം ബേസ് ചെയ്തിട്ടാണ് ഞാൻ സെർച്ച് ചെയ്യുന്നത്. ഈ നെയിമിന്റെ ബേസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് മാത്രം എടുത്തിട്ട് വരുന്നു. ക്ലിയർ ചെയ്ത് എൻ്റർ അടിക്കുകയാണെങ്കിൽ നേരത്തെ ചെയ്ത പോലെ ഈ ടീഷർട്ട്സ് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റും ലോഡ് ചെയ്ത് വരുന്നു. അത് നോക്കിയാലോ. അതാട്ടോ നമ്മൾ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞ് വിട്ടില്ലേ ആ പോർഷൻ. നമ്മളിവിടെ സെയിം ലോഡ്, ഇവിടെ ആദ്യം നമ്മൾ ഇതിന്റെ HTML-ലേക്ക് പോവാം. HTML ഞാനൊരു ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് സെർച്ചിന് വേണ്ടിയിട്ട്. ID ആയിട്ട് സെർച്ച് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ കീ ഡൗൺ, അപ്പോൾ ജാവാസ്ക്രിപ്റ്റിന്റെ ഇവന്റ്സ് നമുക്കറിയാലോ, ചേഞ്ച് ഇവന്റ്, ക്ലിക്ക് ഇവന്റ്, കീ ഡൗൺ ഇവന്റ്. കീ ഡൗൺ ഇവന്റ് എപ്പോഴാണ് ട്രിഗർ ചെയ്യുക? നമ്മൾ നമ്മുടെ കീബോർഡിൽ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യുന്ന ടൈമിൽ ഓരോ കീയും പ്രസ് ചെയ്യുന്ന സമയത്ത് ട്രിഗർ ചെയ്യുന്ന ഇവന്റ് ആണ് കീ ഡൗൺ. അപ്പൊ ജാവാസ്ക്രിപ്റ്റ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് വീഡിയോസ്, ജാവാസ്ക്രിപ്റ്റിന്റെ ബേസിക്സ് അത് കാണുക കേട്ടോ. അപ്പൊ കീ ഡൗൺ ഇവന്റ് പ്രസ് ചെയ്യുന്ന സമയത്ത് സെർച്ച് ഓൺ എൻ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന ഫംഗ്ഷനിലേക്കാണ് കോൾ പോകുന്നത്. അവിടെ ഇവന്റ് പാസ് ചെയ്ത് കൊടുക്കുന്നു, അതായത് ജാവാസ്ക്രിപ്റ്റ് ഇവന്റ് പാസ് ചെയ്യുന്നു. അത് നമ്മൾ സെർച്ച് ഓൺ ഇവന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ, സെർച്ച് ഓൺ എൻ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇവന്റിന്റെ അകത്തുനിന്ന് നമ്മൾ കീ എടുക്കുന്നു. അപ്പൊ ഏത് കീ ആണ് ഇപ്പൊ പ്രസ് ചെയ്തത്? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സെർച്ച് നടക്കുക എന്നുള്ളത്. അപ്പൊ എൻ്റർ കീ ആണെങ്കിൽ നമ്മുടെ ലോഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള, നേരത്തെ നമ്മൾ ആദ്യം പേജ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത സെയിം ഫംഗ്ഷൻ തന്നെ പാസ് ചെയ്യുന്നു വിത്ത് സെർച്ച്. ഇപ്പൊ നമ്മൾ കസ്റ്റമർ അവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂം കൂടെ പാസ് ചെയ്യുന്നു. അപ്പം ഈ വാല്യൂ അഗൈൻ ഈ ഫംഗ്ഷനിലേക്ക് പോകുന്നു. നേരത്തെ നമ്മൾ സെർച്ച് പാരാമീറ്റർ എംപ്റ്റി ആയിട്ടല്ലേ അസ്യൂം ചെയ്തത്. ഇപ്പൊ നമുക്കിപ്പോ PU എന്ന് പറഞ്ഞിട്ട് നേരത്തെ നമ്മൾ ടൈപ്പ് ചെയ്തില്ലേ, പ്യൂമേന്റെ PUM അത് വരുവാണെന്നുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ സെർവർ സൈറ്റിലേക്ക് പാസ് ചെയ്യുന്നു, അജാക്സ് കോഡിലേക്ക്. ഇപ്പൊ PHPന്റെ സൈറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത കൊറീന്റെ കൂടെ ഒരു വേർ കണ്ടീഷനും കൂടെ, അതായത് ഇവിടെ കൗണ്ട് ഗ്രേറ്റർ ദാൻ 2 ആണോ ചെക്ക് ചെയ്യുന്നു, എറർ വരാതിരിക്കാൻ. സാധാരണ നമ്മുടെ അരയിൽ മെനുവിന്റെ ഓർഡറും സബ് മെനുവിന്റെ ഓർഡർ വരെയുള്ളത്. അത് കൂടുതൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും? സെർച്ച് ചെയ്യുന്ന പാരാമീറ്റർ ആയിരിക്കും. പാരാമീറ്റർ ഉണ്ടെങ്കിൽ അതൊരു വേരിയബിളിലേക്ക് എടുത്തിട്ട് അതൊരു സെർച്ച് കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യുന്നു SQL ക്വറിയിൽ. നമ്മൾ നോർമൽ SQLന് ലൈക്ക് ക്വറിയാണ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് വെച്ചിട്ട് വേർ കണ്ടീഷൻ സെറ്റ് ചെയ്യുന്നു. ആ പ്രൊഡക്റ്റ് മാത്രം എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇവിടേക്ക് ഇന്റർഫേസിലേക്ക് ലോഡ് ചെയ്ത് വരുന്നു. കണ്ടില്ലേ ഇതുപോലെ. നിങ്ങൾക്ക് വീഡിയോ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ.